ഹലോ, നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞാൽ 60 വയസ്സിന് ശേഷം ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞൻ വീഡിയോ ആണ്. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നടക്കാൻ പോകുന്നത് കൊണ്ട് മാത്രം നമുക്ക് വലിയ പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല, സ്ട്രെങ്ത് ഒന്നും നമുക്ക് ആ ബോഡിക്ക് ഉണ്ടാവാനും പോകുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഒരു 3 എക്സസൈസുകൾ കാണിച്ചു തരാം. നിങ്ങൾ നടക്കാൻ പോകുന്നവരാണെങ്കിൽ നടക്കാൻ പൊയ്ക്കോളൂ, അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ നടക്കാൻ പോയാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു 3 വ്യായാമങ്ങളുണ്ട്. അപ്പോൾ ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോവർ ബോഡി നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഒരു 5 കിലോമീറ്റർ നടക്കുന്നതിന് തുല്യമായിട്ടുള്ള എക്സസൈസുകളാണ്. കാരണം അത്രയും എഫക്റ്റീവാണ് നിങ്ങളുടെ ലോവർ ബോഡിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പം ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ സോഫയിൽ, ബെഡിൽ, ചെയറിൽ എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സസൈസുകൾ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ എക്സസൈസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത് ദാണ്ട് ഒരു ചെയറിലോ ബെഡിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൗകര്യപ്രദമായിട്ട് ഇരിക്കുക. അതിനുശേഷം ഇതേ കണക്ക് ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ വ്യായാമം ഏതാണെന്ന് നോക്കാം. ഇതേപോലെ ഇത് മാക്സിമം നിങ്ങളെ കൊണ്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങളുടെ ആ ഒരു കാലുകളുടെ ആരോഗ്യം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം മാക്സിമം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കാൽമുട്ടും അതിനൊക്കെ നിങ്ങളുടെ കാലിന്റെ തുടഭാഗം, നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽ ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഇത്. ഓക്കെ, അപ്പം ഇത് നിങ്ങളെ കൊണ്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് ചെയ്യുന്നത് കണ്ടിട്ട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഷൂ ധരിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്നുള്ളത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇതേ രീതിയിൽ നിങ്ങളുടെ കാലുകളെ നിങ്ങൾ മൂവ് ചെയ്യിപ്പിക്കുക. ബെറ്റർ എക്സസൈസ് ആണ് ഇത്. രണ്ടാമത്തെ വ്യായാമം അത് തന്നെ നമ്മൾ ആവർത്തിക്കുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെയല്ല, അല്പം വ്യത്യാസമുണ്ട്. നോക്കിക്കോളൂ. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. 2 കാലുകൾ നമ്മൾ ഒരുമിച്ച് മൂവ് ചെയ്യിപ്പിക്കും. ഇതേപോലെ കണ്ടില്ലേ? ഗുഡ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ 5 കിലോമീറ്റർ നടക്കുന്നതിന് തുല്യമാണ് ഈ എക്സസൈസുകൾ ചെയ്യുന്നത്. കാരണം അത്രത്തോളം നിങ്ങളുടെ ലോവർ ബോഡിയെ ഈ എക്സസൈസുകൾ ആക്ടിവേഷൻ ആക്കും. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ റൂമിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ്. ഓക്കെ, ഈ വ്യായാമം ചെയ്യുന്നതിനുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വയറിലെ പേശികളും നല്ല രീതിയിൽ ശക്തമാകും. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ലോവർ ബാക്കിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ ഈ എക്സസൈസുകൾ സഹായിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആ ഒരു സമയത്തോളം നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ എപ്പോൾ ചെയ്താലും, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. എപ്പോൾ ചെയ്താലും നിങ്ങൾക്ക് ഇത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഇതേപോലെ കാലുകൾ സൈഡിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുക. കണ്ടില്ലേ? ഇതേപോലെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യിപ്പിച്ചോളുക. നിങ്ങൾക്ക് ഈ പ്രായമായി വരുന്തോറും ഇത് നടക്കാനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ ഈ നമുക്ക് സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഈ 3 വ്യായാമങ്ങൾ ചെയ്തുകൊണ്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കാലിന്റെ മസിൽസിനെ, ഹിപ്പ് ഭാഗത്തെ ആ ഒരു മസിൽസിനെല്ലാം നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്ന ഒരു എക്സസൈസ് ആണിത്. കമാൺ. അപ്പം ഇതേ കണക്കാണ് നിങ്ങൾ ഈ 3 വ്യായാമങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നടക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് ഞാൻ പറയില്ല, നടക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ നടക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ എക്സസൈസും കൂടെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കൂടുതൽ
പ്രയോജനമായിരിക്കും ഇതുകൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് മിക്കവാറും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 95% 65 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടത്തമാണ് അവർ ചെയ്യുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറ്റി നമ്മുടെ രീതിയെ കൊണ്ടുപോകാം. നമ്മൾ ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ കൂടി ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.